നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനമായ ആനയറയിൽ KSRTCയുടെ ഡബിൾ ഡെക്കർ റോയൽ വ്യൂ എന്ന ക്യാപ്ഷനോടുകൂടി മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത്. ഇതിലേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ പൊല്യൂഷൻ്റെ കാലാവധിയും കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് പുതിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് പൊതുജനങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വാഹനം ഇൻഷുറൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെയോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വലിയ പിഴത്തുകയാണ് പൊതുജനങ്ങൾ അടയ്ക്കേണ്ട സാഹചര്യമുള്ളത്. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് KSRTC ബസ് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിന് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BMS നേതാവും അതുകൂടാതെ KSRTC ജീവനക്കാരൻ കൂടിയായ അജയകുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം റോയൽ വ്യൂ എന്ന ക്യാപ്ഷനോട് കൂടി ഒരു ഡബിൾ ഡെക്കറിൻ്റെ ഉദ്ഘാടനം മന്ത്രി ഗണേഷ് കുമാർ നിർവഹിക്കുകയുണ്ടായി. ഈ വണ്ടിക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്, അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ ഇൻഷുറൻസ് എന്നിവയില്ല എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയാം. നമ്മുടെ പുതുതായി ഇറക്കിയ ഡബിൾ ഡെക്കർ ബസ് അതിന് 13 വർഷവും 5 മാസവും പഴക്കമുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം പുതുക്കിയിട്ടില്ല. അതുപോലെ തന്നെ പുക പരിശോധന സർട്ടിഫിക്കറ്റ്, അത്തരം രേഖകളൊന്നുമില്ലാതെയാണ് ഈ ബസ് ഉദ്ഘാടനം കഴിഞ്ഞത്. മാത്രവുമല്ല, ഈ ജനുവരി 16-ാം തീയതി അതിൻ്റെ ഫിറ്റ്നസ് കാലാവധി കഴിയുകയാണ്. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം പറഞ്ഞത്, ഈ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും വാഹനത്തിൻ്റെയും അപകടത്തിൽപ്പെട്ടാൽ അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണത്. ഇപ്പോൾ KSRTCയുടെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് KSRTCയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ബസ് അപകടത്തിൽപ്പെട്ടാൽ, ഈ ബസ് എന്നുള്ളതല്ല, ഏത് വാഹനം അപകടത്തിൽപ്പെട്ടാലും അതിലെ യാത്രക്കാർക്ക് ഒരു ക്ലെയിം നൽകേണ്ടത് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് തുക അടച്ചാൽ അത് എളുപ്പമാവും. ഇപ്പോൾ KSRTCയുടെ സ്ഥിതി നമുക്കറിയാം. KSRTCയിൽ ഇപ്പോൾ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലായിരുന്നാലും KSRTCയുടെ നടത്തിപ്പിലായിരുന്നാലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ട ഈ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം കൂടെ നൽകുക എന്ന് പറയുന്നത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് അത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുക എന്നുള്ളതും എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ KSRTCയും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കൂടെ നടത്തുന്ന പരിഷ്കരണങ്ങളെയൊന്നും രാഷ്ട്രീയപരമായിട്ട് അടച്ചാക്ഷേപിക്കുന്നതല്ല. അങ്ങനെ കരുതരുത്. കാരണം ഈ അടുത്ത കാലത്തായി, കുറച്ച് കാലങ്ങളായി KSRTC നിരവധി പരിഷ്കാരങ്ങളുണ്ട്. ഇപ്പോൾ അൺലിമിറ്റഡ് ഓർഡിനറി സർവീസ്, അതുപോലെ തന്നെ ഷോപ്പ് ഓൺ വീൽ, അതായത് പഴയ ബസ്സുകൾ കടകളാക്കി മാറ്റിക്കൊണ്ട് രൂപകൽപ്പന വരുത്തിക്കൊണ്ട് ഷോപ്പ് ഓൺ വീൽ എന്നുള്ളൊരു പദ്ധതി, അതുപോലെ ജീവനക്കാരനെ ബാധിക്കുന്ന ജില്ലാ വർക്ക്ഷോപ്പ്, ജില്ലാ ഓഫീസ്, സർവീസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി ഷട്ടിൽ, സിറ്റി റേഡിയൽ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു സമയത്ത് പെയിൻ്റ് അടിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നതിൽ വിജയിച്ച ഒരൊറ്റ പദ്ധതിയാണ് ബഡ്ജറ്റ് ടൂറിസം. അതായത് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ ആഡംബര ബസ്സുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ ആഡംബര ബസ്സുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പരിമിതികളുള്ള ഈ KSRTC ബസ്സിനെ പൊതുജനം ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളൊരു തെളിവാണ് ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന പദ്ധതി വൻ വിജയമായി തീർന്നത്. അത് ഗവൺമെൻറ് മാനേജ്മെൻറ്റും കൂടെ ആവിഷ്കരിച്ച ഈ പദ്ധതിയെ ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാര്യം നല്ലത് നടന്നാൽ അത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് നോക്കി രാഷ്ട്രീയ ലക്ഷ്യമിട്ട് അതിനെ തേജോവധം ചെയ്യുന്ന പ്രവർത്തന രീതി KST എംപ്ലോയീസ് അങ്ങനെയില്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. ഇപ്പോൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് K-Swift.
KSRTCക്ക് സമാന്തരമായി സ്വിഫ്റ്റ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി അത് തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞു സ്വിഫ്റ്റ് KSRTCയുടെ അന്തകനാണ്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി സ്വിഫ്റ്റിൻ്റെ പേരിലിറക്കിയ പ്രീമിയം ബസ്സുകൾ അത് KSRTC ജീവനക്കാർക്കാണ് ഇട്ടാണ് ഓടിക്കുന്നത്. അതിലെ മേന്മയെക്കുറിച്ച് ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം വലിയ വാചാലനായി അത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ഇന്ന് ആ പ്രീമിയം ബസ്സിൻ്റെ സ്ഥിതിയും സ്വിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ വാങ്ങിയ ബസ്സിൻ്റെ സ്ഥിതിയൊക്കെ ഇന്ന് അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ഞങ്ങളൊരു സമയത്ത് ആരോപിച്ചതാണ് അതൊരു ഡ്രൈവിംഗ് സ്കൂളാണ്. ഇപ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ രൂപീകരിച്ചതിന് ശേഷം അതിലെത്ര ജീവനക്കാർ അതിൽ ജോയിൻ ചെയ്തു, എത്ര ജീവനക്കാർ റിസൈൻ ചെയ്തു പോയി പരിശോധിക്കേണ്ട ഘടകമാണ്. അത് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഡ്രൈവിംഗ് സ്കൂളായിരുന്നു, അതിൻ്റെ സ്ഥിതി എന്താണ്. അപ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നൊരു കാര്യം KSRTCയിലെ 22,000 ജീവനക്കാരുടെ ഒരു പ്രധാന പ്രശ്നം KSRTC പൊതുജനങ്ങളുടെ സ്വത്താണ്. ഈ പൊതു സ്വത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ഗതാഗത നയം പ്രവർത്തിക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ക്ഷേമമാണ് അതിൽ ഊന്നുന്നത്. അപ്പോൾ അത്തരം ക്ഷേമം ഊന്നി പ്രവർത്തിക്കുമ്പോൾ സുഖകരവും സുരക്ഷിതവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന ഏജൻസിയാണ് KSRTC എന്ന് പറയുമ്പോഴും അതിലെ സുരക്ഷിതത്വത്തെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറക്കിയ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഇൻഷുറൻസ് ഇല്ലായ്മ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അതിൻ്റെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുത്തു എന്നാണ് കരുതുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ടത് കാര്യമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ KSRTCയിൽ ട്രേഡ് യൂണിയൻകാരുടെ ഒരു മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ല എന്നൊരു വസ്തുതയാണ്. റഫറണ്ടം കാലാവധി കഴിഞ്ഞതിന് ശേഷം നാളെ ഇതുവരെ ഒരു ട്രേഡ് യൂണിയൻ മീറ്റിങ്ങും വിളിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രേഡ് യൂണിയൻ മീറ്റിംഗ് വിളിക്കണം. മീറ്റിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ഏത് കാര്യവും പരസ്പരം കൂടിയാലോചിച്ച് ചെയ്താൽ അതിലെ പിഴവുകൾ കുറേയൊക്കെ ഒഴിവായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഗവൺമെൻറ്റിനെയോ മാനേജ്മെൻറ്റിനെയോ ഏത് കാര്യം കൊണ്ടുവന്നാലും ഒരു ഉടക്ക് പറഞ്ഞുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന ആ രീതിയല്ല ഞങ്ങൾ അവലംബിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കണ്ണിൽ കാണുന്ന തെറ്റുകുറ്റങ്ങളും നല്ലതും ശരിയെ ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഒരു വീഴ്ച കണ്ടാൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഈ ഇൻഷുറൻസ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യം മാനേജ്മെൻറ്റുകാരെയോ അത് വേണ്ടപ്പെട്ട അധികാരികളോ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് സംഭവം? അല്ല, ഞാൻ ഈ ബസ് ഉദ്ഘാടനത്തിൻ്റെ ബ്രോഷർ കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ബസ്സിൻ്റെ നമ്പർ ആ ബസ് പഴയ ബസ്സാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് ഈ ബസ്സിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, എങ്ങനെ പുക മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ല, ഫിറ്റ്നസ് 16-ാം തീയതി കഴിയും, അതിൻ്റെ കാലപ്പഴക്കമൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ് ഇൻഷുറൻസ് വേണ്ട. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് KSRTCക്ക് ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല, സർക്കാർ വാഹനം എന്നല്ല ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആശങ്ക പറഞ്ഞത്. അങ്ങനെ KSRTCക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ലെങ്കിൽ ക്ലെയിം ആര് കൊടുക്കും? ഇന്നത്തെ സ്ഥിതിയിൽ KSRTC ക്ലെയിം കൊടുക്കും. ഇന്നിപ്പോൾ ഇറങ്ങുന്ന വണ്ടിയെല്ലാം ഓടിപ്പോയി ഇടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഡബിൾ ഡെക്കർ ഞങ്ങൾ ആരോപിക്കുന്നത് ഡബിൾ ഡെക്കർ വിഷയം മാത്രമല്ല, KSRTCയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കണം. അത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരൻ്റെയും കൂടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. അവരുടെയും കൂടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അത് പറയുന്നത്.